ഹൃദയപൂർവമായ ഊശാന പെരുന്നാളിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ കൂടി കാലിഫോർണിയയിൽ ഈ പ്രദേശത്ത് ഊശാന പെരുന്നാളിൽ പങ്കുചേരുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പെരുന്നാൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുഞ്ഞുകുട്ടി അപാലവൃദ്ധ ജനങ്ങളും സന്തോഷിക്കുന്ന ഒരു പെരുന്നാളാണ്. ഈ പ്രഭാഷണം കഴിയുന്ന അവസരത്തിൽ എല്ലാ വിശ്വാസികളും പള്ളിയുടെ വടക്കേ വാതിൽ വഴി പടിഞ്ഞാറോട്ട് പ്രദക്ഷിണമായി സഞ്ചരിച്ച് പടിഞ്ഞാറ് ഏവങ്കേലിയോൻ ഭാഗം വായിച്ച് ഒരു പ്രദക്ഷിണത്തിന് ശേഷം പള്ളിക്കുള്ളിൽ പ്രവേശിച്ച് ഊശാനയുടെ പ്രത്യേകമായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കുമ്പോൾ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഊശാന പെരുന്നാള് അതിന്റെ പ്രാരംഭമാണ്. യേശു തമ്പുരാൻ ലാസറിനെ ഉയർപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു. ആളുകൾക്കെല്ലാം വലിയ സന്തോഷമായി. ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേശുവിനെ ജനങ്ങൾ എതിരേൽക്കുകയാണ്, ആഘോഷമായി എതിരേൽക്കുകയാണ്. വിജയാഘോഷത്തോടുകൂടി യെരുശലേമിലേക്കുള്ള യാത്രയാണ് ഈ ഊശാന പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ പെരുന്നാളിനെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ ഓശാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇന്നലെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഓശാന is the theme from the Arabic language which means save, help, save us, I pray, save us now. There are different meanings, different connotations, different understanding in the liturgical context. It shows save us now. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. മനോഹരമായി നമ്മുടെ ഗായക സംഘം ഊശാനയുടെ ഗാനങ്ങൾ ആലപിക്കുകയാണ്. യേശു തമ്പുരാൻ ആഘോഷത്തോടുകൂടി യേശു തമ്പുരാനെ എതിരേറ്റുകൊണ്ട് യെരുശലേമിലേക്ക് നടത്തുന്ന വിജയത്തിന്റെ ആഘോഷമാണിത്. കാരണം അന്ന് ജനങ്ങൾ വിശ്വസിച്ചോ ഏത് മസീഹായാണ്, വരുവാനിരിക്കുന്ന രാജാവാണ്, വരുവാനിരിക്കുന്ന പ്രവാചകനാണ്. ആളുകൾ അവനെ വിശ്വസിച്ചു. കാരണം അവൻ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എല്ലാവരും അത് വിശ്വസിച്ചു, അത് നേരിൽ കണ്ടു. അതുകൊണ്ട് അവർ പാടി. വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ 2-3 തലത്തിൽ ഈ ഊശാനയെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് എഴുതിയിരിക്കുന്നു, ഹോസന്ന, blessed is the one who comes in the name of the Lord. ദൈവത്തിന്റെ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത്യുന്നതങ്ങളിൽ ഊശാന. വേറെ എഴുതിയിരിക്കുന്നു, ഹോസന്ന in the highest. അത്യുന്നതങ്ങളിൽ ഊശാന. വീണ്ടും എഴുതിയിരിക്കുന്നു, ഹോസന്ന to the son of David. ദാവീദിന്റെ പുത്രന് ഹോശാന. ഇത് എല്ലാവരും ഏറ്റുവരികയാണ്. കുട്ടികളെന്നോ മധ്യവയസ്കരെന്നോ പ്രായമുള്ളവരെന്നോ ആർക്കും ഭേദമില്ല. എല്ലാവരും അത്യുച്ചത്തിൽ നിലവിളിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങനെയും അതിന്റെ അർത്ഥമുണ്ട്. നമ്മുടെ ആരാധനയുടെ ക്രമത്തിലൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഊശാന പെരുന്നാളിൽ പങ്കുചേരുന്നത് വഴി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. 118 സങ്കീർത്തനത്തിലെ ഭാഗമാണ്. യഹൂദന്മാര്
അത്യുച്ചത്തിൽ പാടിയത് യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആരാണ് ഈ കള്ളക്കുട്ടികളെ പുറത്ത് വരുന്നത്? യഹോവയുടെ നാമത്തിൽ വരുന്നവൻ. ആ യഹോവയുടെ നാമത്തിൽ വരുന്നവനെ അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ എന്റെ ഒന്നാമത്തെ ആഹ്വാനം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഊശാന, ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ കുരുത്തോലകൾ പിടിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. മനോഹരമായി ഗായകസംഘം പാടും ഊശാന 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 എന്ന് നമ്മൾ പാടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, അതിന്റെ അർത്ഥം ഇപ്പോൾ തന്നെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സഭയെ രക്ഷിക്കണമേ, എന്നെ തന്നെ രക്ഷിക്കണമേ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് പ്രതിസന്ധികൾ, എന്ത് ബുദ്ധിമുട്ടുകൾ, നമുക്ക് വേണം ഒരു വിമോചനം, നമുക്ക് വേണം ഒരു ലിബറേഷൻ, നമുക്ക് വേണം ഒരു ദൈവപുത്രന്റെ സാന്നിധ്യം, നമുക്ക് വേണം യേശുവിന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് പറയുന്നത് ഹോസന്ന ടു ദ സൺ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ പുത്രന് ഹോസാന. ദാവീദിന്റെ പുത്ര, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് എനിക്കുള്ള ഒന്നാമത്തെ സന്ദേശം. ഈ ദേവാലയത്തിൽ പങ്കുചേരുന്ന എല്ലാവരും കുരുത്തോല പിടിച്ചുകൊണ്ട് ഈ വർഷം ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് യേശുവിനോടൊപ്പമാണ്. യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ തീർത്ഥാടനത്തെ ഓർക്കുന്നു, ഈ ട്രയംഫൽ എൻട്രിയെ നമ്മൾ ഓർക്കുന്നു, ഈ ആഘോഷത്തെ നമ്മൾ ഓർക്കുന്നു. ഊശാന പെരുന്നാളിൽ പങ്കുചേരുകയാണ്. രണ്ടാമത് ഈ ഭാഗം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അന്ന് വിജയാഘോഷത്തോടെ വരുന്നത് പലപ്പോഴും ഒരു കുതിരപ്പുറത്താണ്. നമ്മുടെ കർത്താവ് വരുന്നത് ഒരു കഴുതയുടെ പുറത്താണ്. വിനീതനായി ലോകം മുഴുവൻ ആഘോഷത്തിന് പുറകെ പോയപ്പോൾ യേശു ചൂണ്ടിക്കാണിക്കുന്നത് വിനയഭാവമാണ്, ലാളിത്യത്തിന്റെ ഭാഗമാണ്, കാലുകളെ കഴുകുന്ന ഭാഗമാണ്. ആ ഭാവമാണ് അവതരിപ്പിക്കുന്നത്. 2-3 ദിവസം കൂടെ കഴിയുമ്പോഴാണ് യേശു മർക്കോസിന്റെ മാളികയിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ആഹ്വാനമൊക്കെ നൽകുന്നത്, ശരീരം മുറിക്കുന്ന ആഹ്വാനം നൽകുന്നത്. പക്ഷെ ഇവിടെ തന്നെ അത് ആരംഭിക്കുകയാണ്. ഒരു കഴുതയുടെ പുറത്ത് യേശു തമ്പുരാൻ കയറി വിനീതനായി സഞ്ചരിക്കുന്നു. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല. ജനങ്ങൾ ഓശാന പാടി. പക്ഷെ യേശു അവതരിപ്പിക്കുന്ന രാജ്യത്വം അവര് തിരിച്ചറിഞ്ഞില്ല. യേശുവിന്റെ രാജ്യത്വം ശുശ്രൂഷയുടേതാണ്. യേശുവിന്റെ രാജ്യത്വം കാലുകളെ കഴുകുന്നതാണ്. യേശുവിന്റെ രാജ്യത്വം തന്റെ ശരീരം ലോകത്തിന് മുറിച്ചു നൽകുന്നതാണ്. ഇതാ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദൈവം നമ്മുടെ ഇടയിൽ വന്നു, വിനീതനായി തീർന്നു. ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജാവിനെയാണ് ഓർക്കേണ്ടത്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, നമുക്ക് കഴുതയാണോ ഇഷ്ടം, കുതിരയാണോ ഇഷ്ടം? കുതിരയുടെ സങ്കല്പമാണ് നമുക്കുള്ളത്. അധികാരത്തിൻ്റെത്, പ്രൗഢിയുടേത്, സ്പീഡിൻ്റെത്, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ വിനീത ഭാവം യേശു അവതരിപ്പിക്കുകയാണ്. കുരുത്തോല പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കണം, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിലുള്ള അഹങ്കാരത്തിന്റെ മുന ഉടയ്ക്കണമേ, എന്റെ ജീവിതത്തിലെ തിന്മകളെ നീ തകർക്കണമേ, എന്റെ ജീവിതത്തിലെ എല്ലാ അഹന്തകളെയും ഈ കുരുത്തോലകൾ പിടിച്ച് സഞ്ചരിക്കുമ്പോൾ അകറ്റി കളയണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഓശാനയുടെ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥനകളെ കുറിച്ച് സൂചനയുണ്ട്. അതുകൊണ്ടാണ് കുരുത്തോലകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവജാലങ്ങൾ
നമുക്ക് കാണാം വൈവിധ്യമാർന്ന പൂക്കൾ, വൈവിധ്യമാർന്ന ഇലകൾ, ഈ പ്രകൃതി, ഈ ദേശം, ഇതിനെയെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഞാൻ പറയും, നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഈ പ്രദേശത്ത് വന്നു. ഈ പ്രദേശത്തെ കുറിച്ച് പറയുന്നത് ഇത് മാലാഖമാരുടെ നാടാണ്. നമ്മളെല്ലാം മാലാഖമാരായി തീരുന്ന ഒരു അനുഭവം. ഈ ദേശം പൂക്കള ദേശമാണ്, ലാൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ഈ നാട് വളരെ പ്രകൃതി രമണീയമാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാശയം കൂടി പറഞ്ഞ വാക്ക് നിർത്തുകയാണ്. ആളുകളെല്ലാം യേശുവിന്റെ പിന്നാലെ കൂടി, ആയിരങ്ങൾ യേശുവിന്റെ പിന്നാലെ തടിച്ചുകൂടി. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ടായി, ഹൂ ഈസ് ദിസ്? ഹൂ ഈസ് ദിസ്? ആരാണിവൻ? ഈ കഴുതപ്പുറത്ത് വരുന്നവൻ ആരാണ്? ഈ ആഘോഷങ്ങളുടെ നേതാവ് ആരാണ്? ആരെയാണ് ഈ കഴുതയുടെ പുറത്ത് കയറ്റിയിരിക്കുന്നത്? നമ്മൾ വായിക്കും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. ആളുകൾ ചോദിച്ചു, ഹൂ ഈസ് ദിസ്? ഇവൻ ആരാണ്? ഈ പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കുകയാണ്, കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ആഘോഷമായി എതിരേറ്റുകൊണ്ട് വരുന്നവൻ ആരാണ്? ആ വേദഭാഗത്ത് അതിന് ഉത്തരമുണ്ട്. This is the prophet of Jesus from Nazareth in Galilee. ഇവൻ ആരാകുന്നു? This is the prophet of Jesus. അവരാ പറയുന്നത് ഇത് പ്രവാചകനായ യേശുവാകുന്നു. പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇത് മസിഹാണെന്ന്. പിന്നീടാണ് വ്യക്തമാകുന്നത് ഇത് രക്ഷകനാണെന്ന്. വിശുദ്ധനായ മത്തായി അവതരിപ്പിക്കുകയാണ്, this is the prophet Jesus from Nazareth in Galilee. ഗലീലയിലെ നാസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. ഈ പ്രദക്ഷിണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് യേശുവിനോടൊപ്പമായിരിക്കണം. ഈ പെരുന്നാളിൽ ഈ ഓശാന പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നത് പ്രവാചകനും മസിഹായും രക്ഷകനുമായ യേശുവിനോടൊപ്പമായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം, എന്റെ പിന്നാലെ യേശുവുണ്ടോ? Who is this? എന്റെ പിന്നാലെയുള്ളത് മൾട്ടിനാഷണൽ കമ്പനികളാണോ? എന്റെ പിന്നാലെയുള്ളത് ഈ പുതിയ ഗ്ലോബൽ കൾച്ചറിലെ മാർക്കറ്റാണോ? എന്റെ പിന്നാലെയുള്ളത് മണി, പവർ, മസിൽ തുടങ്ങിയ ആധിപത്യ മൂല്യങ്ങളാണോ? ഞാൻ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? ഞാൻ മുന്നിലും പിന്നിലും പോകുന്നത് ആരുടെ പിന്നാലെയാണ്? Who is this? നമുക്ക് പറയാൻ കഴിയണം, this is the prophet Jesus. This is the Savior Jesus. This is the Messiah Jesus from Nazareth in Galilee. ഗലീലയിലെ നാസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ രക്ഷകനായ മസിഹായ യേശുവിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. ഈ പ്രദർശനത്തിൽ പങ്കുചേരുമ്പോൾ മുന്നിലും പിന്നിലും കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് നമ്മൾ പങ്കുചേരുമ്പോൾ യേശുവിനോടൊപ്പം പങ്കുചേരുവാൻ നമുക്കിടയാവട്ടെ. ഈ പെരുന്നാൾ വഴി നമ്മുടെ എല്ലാ അഹന്തകളും, നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും, നമ്മുടെ എല്ലാ തിന്മകളും നമുക്ക് മാറ്റിവെക്കാം. യേശു തമ്പുരാൻ വിനീതനായി ഒരു കഴുതയുടെ പുറത്ത് കയറിയതുപോലെ നമുക്കിന്ന് വിനീതമായി, താഴ്മയോടെ, എളിമയോടെ, അഹങ്കാരമില്ലാതെ, വളരെ വളരെ സ്നേഹത്തോടെ, ആദരവോടെ ഈ പെരുന്നാളിൽ ഓശാനയിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓശാന പെരുന്നാളിന്റെ ഹൃദയപൂർവമായ ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.